അങ്ങനെ പട മേടിച്ച് പന്തളത്ത് നിന്നപ്പോ അവിടെ ഒരു പ്രശ്നമില്ല. അത് നിന്റെ ലക്ക്. എന്താ കേറാ വണ്ടിയെ? എന്തിന്? ആദ്യം വണ്ടിയെ കേറാ. വിളിച്ചേ, ഇവനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞത്. വീട്ടിലേക്കൊന്നും ഞാനില്ല. പിന്നെ എങ്ങോട്ടും ഇല്ല. വീട്ടിൽ നിങ്ങളെ തല്ലി ഇറക്കില്ലേ, പിന്നെന്തിനാ? ഞാനാ പറഞ്ഞത് വണ്ടിയെ കയറാൻ. ഇനി വലിയേട്ടനല്ല, അച്ഛൻ വന്ന് വിളിച്ചാലും ഞാൻ വരില്ല. നീ വരില്ലല്ലേ? നിനക്ക് ആനപ്പാറിലെ പെണ്ണിനെ കെട്ടണമല്ലേ? കൊന്നുകളെ ഞാൻ. കേറണം വണ്ടിയിലേക്ക്. വണ്ടി കയറാൻ. അയ്യോ അച്ഛൻ. വേണ്ട. എന്താ പറഞ്ഞ വേണ്ടത്? അനിയനല്ലേ? എനിക്കിങ്ങനൊരു അനിയനില്ല. 500 കുടുംബത്തിൽ ഇങ്ങനെ ഇല്ല. എന്നെ കൊല്ലട്ടെ. വേണ്ട, അവരെ വിട്ടേക്ക്. വലിയ 500 പോലും. 500 ഇപ്പൊ എവിടെ പോയി 500 അഭിമാനം? വഴി കിടന്ന് തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് 500 മക്കളെ വിധിയെങ്കിൽ ആയിക്കോ, എന്ത് വേണമെങ്കിലും ആയിക്കോ. ഇനി എന്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നിങ്ങള് അയാളടുത്തേക്ക് പോണം. എന്നിട്ട് ഈ കല്യാണം നടത്താൻ അയാളോട് തന്നെ സഹായം ചോദിക്കണം. അന്ന് നമ്മുടെ കുട്ടിയുടെ കല്യാണം നടക്കാണ്ടാക്കിയത് അയാളല്ലേ? ഇന്ന് അവളുടെ കല്യാണം നടക്കുമ്പോ അയാൾ വരണം. പട്ടിയെ പോലെ വന്ന് കാവല് നിൽക്കണം. അയാള് വലിയ 500 മിക്കത്ത് എന്ന് കൈനീട്ടിയാൽ ചങ്കും പറിച്ചു കൊടുക്കുന്ന 500. ചെല്ലേ, ചെന്ന് ചോദിക്കേ. ഇപ്പൊ ചോദിച്ച് അവന്റെ ചങ്ക് പറിച്ചു തരാൻ അയാൾ തയ്യാറാവും. നിക്കണവിടെ. ആരുടെ ചോദിച്ചാൽ പഠിക്കാതെ കയറിയേ? ബാലരാമ, ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല. പിന്നെ സംബന്ധം ആലോചിക്കാൻ വന്നായിരിക്കും. സഹായം ചോദിച്ചു വരുന്നവരെ 500 ആട്ടി പുറത്താക്കൂലെന്നാ കേട്ടിട്ടുള്ളത്. സഹായം വേണ്ട, അതെയും കൂടി ഏറ്റുകൂടെ. മുതലാളി, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണം. എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങയുടെ മകൻ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിരിക്കുക. അമ്മയ്ക്ക് മുതലാളിയെ തോപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ.
അതിനുവേണ്ടി ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം പോലും തടഞ്ഞിട്ട് അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുക. എന്നാലും ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം തന്നെ നടത്തണമെന്നാ ഞങ്ങൾക്ക്. പിന്നെ അമ്മയവനും തടയാൻ വന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മുതലാളി ഞങ്ങളോട് ഒന്നും ചോദിക്കരുത്. വേണ്ട, നിങ്ങൾ അവനോടൊന്നും ചോദിക്കണ്ട. ചോദ്യമൊക്കെ ഞാനായിക്കോളാം. നിങ്ങൾക്ക് ആ കല്യാണം നടത്തി കിട്ടിയാ പോരെ, അത് ഞാൻ നിന്ന് നടത്തി തരും. ബാലരാമ, ലോകത്തിൽ ആരുടെ മുമ്പിൽ തോറ്റാലും അവന്റെ മുമ്പിൽ തോക്കാൻ പാടില്ല. തോറ്റാൽ പിന്നെ 500 ഇല്ല. ഇവിടെ പോയി നിങ്ങളുടെ അച്ഛന്റെ പകയും പ്രതികാരം പദവിയൊക്കെ വലിയ 500 500. സ്വന്തം മകനെ തോപ്പിക്കാൻ വേണ്ടി അവരുടെ കല്യാണത്തിന് കാവല് നിൽക്കാൻ പോണു. കാവല് നിൽക്കാൻ നിങ്ങളുടെ അച്ഛനാരാ? ഗൂർക്കയോ? അല്ല പിന്നെ ഈ സമയത്താണ് ചൂടാവണത്. ചൂടാവാൻ പിന്നെ സമയം കാലൊക്കെ ഉണ്ടാ. എന്നാ ഞാൻ സമയമൊക്കെ ഉണ്ട് എഴുതിത്താ. മറ്റു കൊല്ലും ഞാൻ. തളർന്നിരിക്കുമ്പോ എന്നെ കൊണ്ട് അക്രമം ചെയ്യിപ്പിക്കില്ലേ? അല്ല, അതെ, സ്വന്തം മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാത്ത ആ മനുഷ്യൻ എന്ത് അവകാശം ഉണ്ടായിട്ട് ആനപ്പാറയിലെ ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ പോണേ? എന്റെ പൊന്നു കൊച്ചമ്മണി, കുറെ നേരമായില്ലോ നീ കിടന്ന് കാറണേ. കാറും ഇനിയും കാറും. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. തൽക്കാലം പുറത്തുനിന്ന് സങ്കടം എടുക്കണില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ സങ്കടം ഉണ്ട്. പുറത്തുനിന്ന് എടുക്കുമ്പോ ഞാൻ നിന്നോട് പറയാം. ഇത് വലിയ മാരണായില്ലോ. എടാ രാമഭദ്ര, നീ ഇങ്ങനെ വാക്കും കേട്ടോണ്ടിരുന്ന ആയുഷ്കാലം മുഴുവനും നീ ഇങ്ങനെ ഈ ഇരിപ്പിരിക്കേണ്ടി വരും. എടാ, നമുക്ക് പോണോടാ. അച്ഛനല്ല ഏത് കൊലകൊമ്പം വന്നാലും നമുക്ക് പോയി ആ കല്യാണം മുടക്കണം. നീ ആ പെണ്ണിനെ കെട്ടണം. ഇതാരാണ് ഈ നേരത്ത്? അച്ഛനോ മറ്റോ ആന്നോ? നിന്റെ അച്ഛനും എന്റെ മക്കളും കൂടി ഇപ്പോ ഒന്നായിരിക്കുകയാണ്. ഇനി അവരെ തോൽപ്പിക്കണമെന്നും നിന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്നും എനിക്കില്ല. എനിക്കെന്റെ കുട്ടിയുടെ ജീവിതമാണ് വലുത്. അവൾക്ക് വേണ്ടി നിന്റെ കാല് ഞാൻ പിടിക്കുകയാണ്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വരും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ അവളെ ആ കല്യാണ പന്തലിലേക്ക് അയക്കണത്. നീ അവളെ ചതിക്കരുത്. അമ്മ ഈ പറഞ്ഞിട്ട് പോയതൊക്കെ നീ വിശ്വസിച്ചോ? അവളെ നിനക്ക് കെട്ടിത്തരും നീ വിചാരിക്കുന്നുണ്ടോ? നിന്നെ നിന്റെ അച്ഛനെയും തമ്മി തല്ലിക്കാനാ അമ്മ ഈ ഉറക്കം കളഞ്ഞു നടക്കുന്നത്. അല്ല, നിന്നെ കൊണ്ട് കെട്ടിക്കാനൊന്നും അല്ല. എടാ, ഈ അമ്മയും കൂടെ കൂട്ടി ചേർന്നിട്ടാ ഇപ്പൊ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അതറിയാവോ നിനക്ക്? നിന്നോട് അവളുടെ കഴുത്തി താലി കെട്ടാൻ വരണമെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ? ഇതേ അമ്മ തന്നെയാ നിന്നെ തടയാൻ നിന്റെ അച്ഛന്റെ സഹായം ചോദിപ്പിച്ചത്. എടാ, ഇത് അടവാണ്. നിനക്ക് അവളെ കിട്ടുമെന്നായപ്പോ എവന്റെ ചേട്ടന്മാര് പുതിയ അടവാട്ട് അവനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കെട്ടാനും കെട്ടിക്കാനും ഒക്കെ ഞങ്ങൾക്കറിയാം. ഇറങ്ങിപ്പോടാ രാമദ്ര, ഇറങ്ങിപ്പോടാ പുറത്ത്. ഇറങ്ങിപ്പോടാ പട്ടി. മൂക്കിടി ചമ്പരത്തികളെയും പന്നി. രാമോദ്ര, എടാ, നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടോ നിനക്ക് എന്തെങ്കിലും പറ്റി വിഷമം ഉണ്ടായിട്ടൊന്നും അല്ല ഞാനിവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞത്. നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു പെണ്ണെന്റെ വീട്ടിലുണ്ട്. അവള് പറഞ്ഞിട്ടാ നിങ്ങൾ അച്ഛനും മക്കളും വെട്ടിച്ചാരുമെന്ന് പറയാൻ. പിന്നെ അവള് ജീവിച്ചിരിക്കില്ലാന്ന് പറയാൻ. ചാവാണ്ട് മാറാൻ വേണ്ടിട്ട് മുമ്പിൽ നിന്ന്. എന്തിനാ നിർത്തിയത്? കൊല്ലായിരുന്നില്ലേ? എളുപ്പം ജയിക്കായിരുന്നല്ലോ എല്ലാവർക്കും. ആരെ തോൽപ്പിക്കാൻ അച്ഛൻ? അവിടുത്തെ കല്യാണത്തിന് അച്ഛൻ പോയി കാവൽ നിൽക്കണം. എന്നെ തോൽപ്പിക്കാൻ. അച്ഛനെ തോൽപ്പിച്ചിട്ട് എനിക്ക് അവളെ കെട്ടണം. ആ പരിസരത്ത് പോലും ഞാൻ വരില്ല. ദേവി ചെയ്ത് അച്ഛൻ അവിടെ പോവരുത്. ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. അച്ഛനെ അവർ ചതിക്കുകയാണ് അച്ഛാ. അതിന് കൊച്ചേട്ടനും വലിയേട്ടനും അവർക്ക് കൂട്ടു നിൽക്കരുത്. പറഞ്ഞു നിൽക്കാതെ അവന്റെ നെഞ്ചത്തോടെ കയറ്റി വിടാൻ വേണ്ടി. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. നിങ്ങളും അവിടെ വരരുത്. ആ കല്യാണം നടത്തരുത്. അച്ഛൻ തോൽക്കരുത്. എനിക്ക് എന്റെ അച്ഛനാ വലുത്.
ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനാവരുത്. ഞങ്ങളവിടെ പോവും, ആ കല്യാണം നടത്തും. തടയാനെങ്ങാനും വന്നാ നിന്നെ കൊന്നെങ്കിലും അച്ഛൻ ജയിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യും. 500 മകൻ ബാലരാമനാ പറഞ്ഞേ, ഓർത്തോ? എന്നാൽ അതേ 500 മോൻ രാമഭദ്രൻ പറയുന്ന ഓർത്തോ? ഞാൻ അവിടെ വരും. നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കല്യാണം ഞാൻ തടയും. എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ അച്ഛന് ജയിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാടാ. കാണാം. ആ കാണാം. ഞാനല്ലേ പറയുന്നത്, നീ നാളെ ധൈര്യമായിട്ട് കല്യാണ മണ്ഡപത്തിൽ വാ. രാമഭദ്രൻ അവിടെ വന്നിരിക്കും. അവൻ തന്നെ നിന്റെ കഴുത്തി താലി കെട്ടുകയും ചെയ്യും. വേണ്ട, ഞാൻ വരില്ല. ഇങ്ങനെ ബഹളവും ലഹളയൊക്കെ ആയിട്ട് എന്റെ കഴുത്തിൽ ആരും താലി കെട്ടണ്ട. എന്റെ അമ്മയുടെ കല്യാണം പോലെ ഇതും വെട്ടും കുത്തും ഒക്കെ ആയി തീരാൻ ഞാൻ സമ്മതിക്കില്ല. മാലു, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ ഞാനും ഈ പാടക്കപ്പെടുന്നത്. ഈ 2 കുടുംബങ്ങൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും ഒക്കെ തീരണമെന്നുണ്ടെങ്കിൽ നാളെ നീ അവിടെ വരണം. നിന്റെ അച്ഛമ്മ നോക്കി നിൽക്കേ, 500 നോക്കി നിൽക്കേ, രാമഭദ്രൻ നിന്റെ കഴുത്തി താലി കെട്ടണം. അതല്ല ഈ വഴക്ക് ഇനി ഇങ്ങനെ തുടരണമെന്നാണെങ്കിൽ ആയിക്കോ, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ.